അഞ്ച് പിള്ളേർ വന്ന് 10 രൂപയും കൊണ്ടുവരും. ആ 10 രൂപയ്ക്ക് ഈ 2 ദോശ നമ്മൾ വിളമ്പും. ചമ്മന്തിയും ചൂടുവെള്ളവും കുടിച്ചും കൊണ്ട് അവർ പോകും. ആ കൊച്ചുങ്ങളെ ഞങ്ങൾ ഇങ്ങനെ പൈസ ഒത്തിരിയും കൊണ്ടുവന്ന് 5 പേര് കഴിച്ചിട്ട് പോകും. 5 പേര് കഴിക്കും. 5 ഇല ഇട്ട് ഈ 2 ദോശ വെച്ച് അവർ കഴിച്ച് അവർ പോകും തൃപ്തിയോടെ അവർ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിസ്റ്റർ യാത്രികൻ. ഇന്ന് നമ്മൾ കുറച്ച് നന്മയുള്ള മനുഷ്യരെ കാണാൻ പോവുകയാണ്. 1 രൂപയ്ക്ക് എന്തൊക്കെ കിട്ടും? ആദ്യം ഓർമ്മ വരിക ഒരു മുട്ടായി അല്ലേ. പക്ഷേ ഒരു മുട്ടായിക്കപ്പുറത്ത് വേറെ കുറേ കാര്യങ്ങൾ കിട്ടുന്ന ഒരു കടയുണ്ട്. 1 രൂപ കൊണ്ട് ചില അത്ഭുതങ്ങൾ കാണിക്കുന്ന ഒരു കടയിലേക്ക്. അവിടേക്കാണ് നമ്മളിന്ന് പോകുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണിക്കുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ കൂടി ചെയ്യുക. കാരണം എല്ലാവരും കണ്ടുപോകുന്നുണ്ട്, ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സോ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുത്. നേരെ നമുക്ക് തട്ടുകടയിലോട്ട് പോവാം. 20 വർഷത്തെ പാരമ്പര്യമുള്ളൊരു കട. പേരിനൊരു ബോർഡ് പോലുമില്ല കടയ്ക്ക് ഫ്രണ്ടിൽ. ഈ കട പക്ഷേ ലോകം അറിയപ്പെടേണ്ട ഒരു തട്ടുകടയാണ് എന്ന് ഞാൻ പറയും. പണത്തിന് വേണ്ടി ജീവിക്കുന്ന, പണം ആണ് എല്ലാം എന്ന് കരുതുന്ന ഒരു സമൂഹത്തിന് മുമ്പിൽ ഇവർ വയ്ക്കുന്നത് ആ പണമില്ലെങ്കിലും ചിലത് നേടിയെടുക്കാമെന്നാണ്. ഇവിടുത്തെ വില തന്നെയാണ് ഇവരെ വ്യത്യസ്തമാക്കുന്നത്. അതിന് പ്രധാന കാരണം ദോശ തന്നെയാണ്. വെറും 1 രൂപയ്ക്ക് ഈ ദോശ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കും നിങ്ങൾക്ക്? ഒരു ദോശയ്ക്ക് 1 രൂപ മാത്രം. ഇതാണ് ഈ സിനിമയിലെ നായകൻ രാജണ്ണൻ. 1 രൂപ ദോശക്കടയുടെ എല്ലാം. ഒറ്റശേഖരമംഗലം തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ഒറ്റശേഖരമംഗലത്തെ ജനാർദ്ദനപുരം സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന രാജണ്ണൻ്റെ 1 രൂപ ദോശക്കട. ഇവിടുത്തെ വിശേഷങ്ങളെക്കുറിച്ചാണ്. അതിലോട്ട് നമുക്ക് പോവാം. ഇവിടെ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ, എന്തൊക്കെയാണ് കഴിക്കാനുള്ളത്, എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ, എന്തുകൊണ്ട് വില കൂട്ടുന്നില്ല, കഴിഞ്ഞ 20 വർഷമായിട്ട് ഇതേ വിലയിൽ എങ്ങനെ കൊടുക്കാൻ സാധിക്കുന്നു, ഇതിനെക്കുറിച്ച് നമുക്കറിയാം. നേരെ അകത്തേക്ക് പോവാം. സിനിമയിൽ നായകനുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും ഒരു നായികയും വേണമല്ലോ. ഇതാണ് ഈ ജീവിത കഥയിലെ നായിക, ഇവിടുത്തെ ആൻറ്റി. ഇവരാണ് നമ്മുടെ ഈ ദോശക്കടയുടെ നായിക എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നല്ല വാഴയിലാണ് ഇവിടെ നിന്ന് ദോശ കിട്ടുക. നമ്മൾ വില കൂട്ടാത്തത് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ജോലി ചെയ്യണത്. തുച്ഛമായ വലിയ കച്ചവടം ചെയ്ത് ചെറിയ ലാഭത്തിൽ നമ്മൾ കച്ചവടം ചെയ്യുക. മനസ്സ് നിറയ്ക്കുക. ഇപ്പോഴത്തെ കാലത്ത് ഒരു കാരണവശാലും കിട്ടില്ല. എന്നാലും ചെറുതായിട്ടൊക്കെ ഒന്ന് വില കൂട്ടാറ്. ഞങ്ങൾക്ക് 2 ചെലവിന്. അപ്പോൾ പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ, പിള്ളേർ വന്നാൽ ഒരു 5 ദോശ കഴിച്ച് 5 രൂപ തന്നിട്ട് പോകും. കൊച്ചുങ്ങൾ വന്നാൽ 5 പിള്ളേർ വന്ന് 10 രൂപയും കൊണ്ടുവരും. ആ 10 രൂപയ്ക്ക് ഈ 2 ദോശ നമ്മൾ വിളമ്പും. ചമ്മന്തിയും ചൂടുവെള്ളവും കുടിച്ചും കൊണ്ട് അവർ പോകും. ആ കൊച്ചുങ്ങളെ ഞങ്ങൾ ഇങ്ങനെ പൈസ ഒത്തിരിയും കൊണ്ടുവന്ന് 5 പേര് കഴിച്ചിട്ട് പോകും. 5 പേര് കഴിക്കും. 5 ഇല ഇട്ട് ഈ 2 ദോശ വെച്ച് അവർ കഴിച്ച് അവർ പോകും തൃപ്തിയോടെ അവർ പോകും. എത്ര നാളായി? ഇല്ല, ഇല വെട്ടണം. ഉമ്മ രാവിലെ വെള്ളം എടുത്ത് തരും, ഇല വെട്ടിത്തരും. സൊസൈറ്റി പോയി പാല് മേടിച്ചുകൊണ്ട് വരും. അവനെ കൊണ്ട് കഴിവുള്ള സഹായങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവൻ ജോലിക്ക് പോകുന്നത്. 10 രൂപ വന്നാൽ 5 പേര് വന്ന് ഫുഡ് വയറിറച്ച് കഴിച്ചിട്ട് പോകും. എൻ്റെ മോളെ കല്യാണം കഴിഞ്ഞ് അയച്ചത് അവള് നല്ല നിലയിൽ ജീവിക്കുന്നുണ്ട്. ദോശയ്ക്ക് വില കുറഞ്ഞതുപോലെ തന്നെ ബാക്കിയുള്ള സാധനങ്ങൾക്കും അങ്ങനെ തന്നെയാണ് വില. ഇവിടെ 7 ഐറ്റം പലഹാരങ്ങൾ ഇടുന്നുണ്ട്. പക്ഷേ ഇന്ന് ഉഴുന്നുവടയും പരിപ്പുവടയും മാത്രമാണുള്ളത്. ഇതിന് വെറും 4 രൂപയാണ്. അത്യാവശ്യം കടകളിൽ 8 രൂപയ്ക്കും 9 രൂപയ്ക്കും കൊടുക്കുന്നത് ഇതിൻ്റെ പകുതി വിലയ്ക്കാണ് ഇവിടെ കിട്ടുന്നത്. ഓർക്കണം. ഇങ്ങനെ കയ്യിൽ വെച്ച് കാണിച്ചുതരാം. കണ്ടോ, ആ ഒരു സൈസ് കണ്ടോ? അത്യാവശ്യം നല്ലൊരു മീഡിയം സൈസ് തന്നെയാണ്. നല്ല വിലയുള്ള സാധനം ഇവിടെ നമുക്ക് 4 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ ഒരു ഓംപ്ലേറ്റ് വെറും 10 രൂപയാണ് ഒരു ഓംപ്ലേറ്റിന്. പിന്നെ ദോശ 1 രൂപ. നമുക്കറിയാം. പപ്പടമുണ്ട് എങ്കിൽ, നമ്മൾ പപ്പടം മേടിച്ചില്ല, പപ്പടമുണ്ട് എങ്കിൽ ഒരു പപ്പടത്തിന് 2 രൂപ. മുട്ടക്കറിക്ക് 10 രൂപ. സൂപ്പർ ദോശ. 1 രൂപയ്ക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുമോ? 1 രൂപയ്ക്ക് 5 രൂപ കിട്ടില്ല.
ഏറ്റവും അറിവിൽ ഈ ലോകത്തുണ്ട്. കട നിർത്തി പിന്നീട് ഇല്ല. നിന്റെ ഉപ്പുപ്പാര കട എന്തായിരുന്നു? 10 വർഷം മുമ്പ്. അന്ന് 10 കൂടുതലേ. 10 വർഷം മുമ്പ് 50 പൈസ കൊടുത്തിട്ട് അങ്ങ് കട അങ്ങ് നിർത്തി പിന്നീട് ഇല്ലായിരുന്നു. പച്ചമുളക് മുട്ടയിൽ മടക്കി അതാണ് നമ്മുടെ രായണ്ണ ഇവിടെ തിരക്കിലാണ്, പലഹാരം ഇടുകയാണ്. നമ്മൾ വന്നത് ഒരു 11 മണി സമയത്ത്. അപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയാറായി. ഇനി അടുത്ത് ഭക്ഷണമല്ല, രാവിലത്തെ ദോശയൊക്കെ കഴിയാറായി. ഇനി അടുത്ത ഘട്ടമാണ്, കടിയും ചായയൊക്കെയാണ് ഈ സമയത്ത് പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് വട ഇവിടെ ഇടുകയാണ്. രായണ്ണ നല്ല തിരക്കിലാണ്. വട അത്യാവശ്യം നന്നായിട്ട് മൊരിഞ്ഞ വടയാണ്. വടയ്ക്കൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഇവിടുത്തെ വടയ്ക്ക്. അത് വന്ന് കഴിച്ചു നോക്കണം നിങ്ങൾ. ശരിയാണ്, മുട്ട 6 രൂപ, സവാളയ്ക്ക് 90 രൂപ, 90 രൂപ, മുട്ടക്കറിക്ക് 10 രൂപ, 90 രൂപ സവാളയ്ക്ക് വിലയുണ്ട്. ഇപ്പോഴും അവർ 10 രൂപയ്ക്ക് കൊടുക്കുകയാണ് മുട്ടക്കറി. മുട്ടയ്ക്ക് 6, സവാളയ്ക്ക് 90 രൂപ. ഇതിൻ്റെ ഇടയിൽ എങ്ങനെ ഇവർക്ക് ലാഭം കിട്ടും ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ആൻറ്റി അകത്ത് വിറകടുപ്പിൽ ഓംലേറ്റ് പ്രിപ്പയർ ചെയ്യുകയാണ്. ഓംലേറ്റ് എന്തായിരുന്നാലും ഇവിടെ വിറകടുപ്പാണ് ഉപയോഗിക്കുന്നത്. ആ വിറകടുപ്പിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെയാണ് അത്രയ്ക്ക് ടേസ്റ്റ്. കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. ഉറപ്പിച്ച് പറയാൻ സാധിക്കും, ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇവിടെ. ചായ കുടിക്കാൻ ആൾക്കാർ വന്നിട്ടുണ്ട്. സോ ഫ്രണ്ടിൽ ചായ അടിക്കുകയാണ്. ഇവിടെ ഉള്ള കുറച്ച് പേരോട് നമുക്ക് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു നോക്കാം. ഇവിടുത്തെ ചായയെക്കുറിച്ച്, ഇവിടുത്തെ നാട്ടുകാരായ കുറച്ച് പേരോട് ചോദിച്ചു നോക്കാം. ചേട്ടൻ സ്ഥിരം ഇവിടെ തന്നെയാണ് കുടിക്കുന്നത്? പിന്നെ വളരെ വിലക്കുറവാണ്. സമ്മതിക്കണമല്ലേ ഈ വിലയ്ക്ക് ഇപ്പോഴും കൊടുക്കാൻ പറ്റുന്നത്? പിന്നെ എവിടെ കിട്ടും? എൻ്റെ അറിവിൽ ഒരിടത്തുമില്ല. വേറെ ആർക്കും പറ്റില്ല. നമ്മളിങ്ങനെ ചാനലിൽ കണ്ടു വന്നേ, അപ്പം അതിൻ്റെ നമ്മളെ ഇത് ഇടാൻ വേണ്ടിയിട്ട്. കൂലിക്കാരൊന്നുമില്ല, ചെലവിനുള്ള കിട്ടിയാൽ മതി. എന്നാലും ഒന്ന് വിലയൊക്കെ കൂട്ടായിരുന്നു അല്ലേ? ഒരു വടയൊക്കെ വെളിയിലൊക്കെ നല്ല വില വരികയില്ലേ? വെളിയിലൊക്കെ നല്ല വിലയല്ലേ? പിന്നെ പെഞ്ചിനൊക്കെ ചേർത്തിട്ടുണ്ട്. നമുക്ക് വില കൂട്ടണ്ടേ? വേണ്ട, നമുക്കില്ല. അന്ന് അതുവരെ ഇങ്ങനെ സമ്മതിന് കേട്ടോ. കാരണം ഇത്രയും വിലക്കയറ്റമൊക്കെ ഉണ്ടായിട്ട്, സാധനത്തിന് അറിയാമല്ലോ, ഇത്രയും വിലക്കയറ്റമൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ വില കൂടുന്ന പരിപാടിയില്ല. നമ്മളെ പഠിച്ചാൽ വില കൂട്ടില്ലെന്നാണ് പേടിച്ചിട്ടാ. സ്ഥിരം ഇവിടെ തന്നെയാണ് ചായ കുടിക്കുന്നത്? എങ്ങനെ ഈ വിലയൊക്കെ? ചായ കുടിക്കുക 10 രൂപയ്ക്ക് ചായ കുടിച്ച് 15 രൂപയ്ക്ക് ചായ കുടിച്ച് 15 രൂപ കൊടുത്താൽ 3 രൂപ തിരിച്ചു തരില്ല. തരില്ലേ? 20 വർഷം കൊണ്ട് ഈ നാട്ടിലില്ല. അപ്പോൾ ആ ഒരു സ്നേഹബന്ധമാണ്. എല്ലാ തമാശയും വൈകുന്നേരങ്ങളിലൊക്കെ വന്നിട്ട് ചായ കുടിച്ചിട്ട് ഇവിടെ ഇന്നൊരു തമാശയൊക്കെ പറഞ്ഞിട്ട് പോകുന്ന ആ ഒരു സുഖം അതിവിടെ നിന്നാൽ കിട്ടും. അതെല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോ കട്ട് ചെയ്യാതെ ഞാൻ ഇടുന്നത്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ്. അവരുടെ ആ സ്നേഹം, അവർ പരസ്പരമുള്ള ഒരു ധാരണ, അതൊക്കെയാണ്. ഇവർ രണ്ടുപേരും ഇവിടുത്തെ അധ്യാപകരാണ്, സ്കൂളിലെ അധ്യാപകരാണ്. ഇവരോട് ചോദിക്കാം, സാറേ എങ്ങനെയാണ് ഇവിടുത്തെ ഈ ഒരു വിലക്കുറവിൽ ഇവർക്ക് കൊടുക്കാൻ പറ്റുന്നത്? വേറൊരിടത്ത് നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു വിലക്കുറവ്. എങ്ങനെ സാധിക്കുന്നു എന്നല്ലെങ്കിൽ? ഞാനൊരു 20 വർഷം കൊണ്ട് സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. അതുമുതലേ ഈ കടയിൽ ആഹാരം കഴിക്കുന്നു. അപ്പോൾ പിന്നെ സ്കൂളില്ലാത്തത് കൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കാറ്, അല്ലെങ്കിൽ സ്ഥിരം രാവിലെ കഴിക്കുന്നതാണ്. ഈ ഒരു വിലയിൽ തന്നെ ഇവിടെ കൊടുക്കുന്നു. വിലയും എല്ലാ രീതിയിലുള്ള ആഹാരമാണ് ചൂടോടെ ചുട്ട് തരുന്നത്. ഇവർ പറഞ്ഞാൽ കുട്ടികൾ വരുമ്പോൾ ഒരു 5 രൂപ കൊണ്ടുവന്ന് 5 ദോശ കഴിച്ചിട്ടൊക്കെ പോകാം. അങ്ങനെ എൻ്റെ അറിവിൽ ഒരിടത്തും നടക്കുന്നൊരു കാര്യം. ലാഭമാണ് അവർക്ക്. ഒരിടത്തൊരു ചായ കുടിക്കുന്ന പൈസ ഇവിടെ ആവണുള്ളൂ. അവർക്ക് വേറെ കഴിച്ചുകൊണ്ട് പോകാം. എല്ലാവരുടെയും അധ്യാപകരുടെയൊക്കെ സഹകരണം ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ എല്ലാ ഫംഗ്ഷനൊക്കെ വേറെ ചായയൊക്കെ എവിടെയാണ് ഏൽപ്പിക്കുന്നത്. ഇല്ല, അങ്ങനെ പോകാം. സാറിൻ്റെ അഭിപ്രായം എന്താ? ഞാനൊരു 12 വർഷമായിട്ട് ഇവിടെ ആഹാരം കഴിക്കുന്ന ആളാണ്. വില കുറവ് മാത്രമല്ല, നല്ല വീട്ടിലുള്ള ആഹാരം ചൂടോടുകൂടി കഴിക്കാം. വയറ് നിറയും മനസ്സ് നിറയും എന്നാണ്. വയറ് നിറയും മനസ്സ് സ്വന്തം വീട്ടിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ഇതോടെ അതേ ഫീലോടുകൂടി കഴിക്കാം. കാരണം എനിക്ക് അത്ഭുതം തോന്നുകയാണ് കേട്ടോ. നിങ്ങളെപ്പോലുള്ളവർ ഇപ്പോഴും ലാഭത്തിൻ്റെ അപ്പുറത്ത് വേറെ പലതും ഭക്ഷണം വിളമ്പുന്നതിന് എല്ലാ സാധനത്തിനും വിലയല്ല. ഒരുപാട് എണ്ണയ്ക്ക് 1780 രൂപയായിരിക്കും വില കൂട്ടാൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ദോശയ്ക്ക് ഒരു 5 രൂപ ആയിരിക്കും കഴിക്കാൻ ആൾ വരും. ഒരു ഉദ്ദേശമില്ല. നമ്മൾ ഇങ്ങനെ അങ്ങ് പോകും. നമ്മളിനി കുറച്ചു കാലം കൂടെ ഈ കച്ചവടം നടത്തും. അതുവരെ ഈ വിലയിൽ പിടിച്ചങ്ങ് പോകും.
മാസം മതി. ഇത് മതി. കുഴപ്പമൊന്നുമില്ല. നമ്മൾ രണ്ടുപേരും ഇവിടെ അങ്ങ് പോണു. എന്ത് പറയാനാണ് ഇവരെയൊക്കെ കുറിച്ച്? കാരണം വില കൂട്ടണ്ടെന്ന് അവർ പറയുന്നത്, അവരെത്ര കോൺഫിഡൻസിൽ പറയാണ്. ഈ സത്യം ഞാൻ ഒരുപാടടുത്ത് നിങ്ങൾക്കറിയാം, ഞാൻ ഒരുപാടടുത്ത് പോയി റിവ്യൂ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ മനസ്സ് നിറയുന്ന ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സ് നിറയും. കാരണം ഇവരെ പോലുള്ളവരൊക്കെ സ്വന്തം അമ്മയുടെ കയ്യിൽ നിന്ന് കഴിക്കുന്നത് പോലെ നമുക്ക് കഴിക്കാൻ പറ്റും. സ്നേഹത്തോട് വിളമ്പി തരും. അതാണ് സമയം ഒറ്റയ്ക്കേ ഉള്ളൂ. 8 മണി വരെ കാണും. 8 മണി വരെ കാണും. ജോലി ചെയ്യണം അതോ പഠിക്കണം? അത് മൈക്രോ ഫിനാൻസിന്റെ ബാങ്കിൽ മൈക്രോ ഫിനാൻസിൻ്റെ ജോലിക്ക് പോവുകയാണ്. 8-8:30 വരെ ഇവിടെ കാണും. 8 മണി വരെ കാണും. എന്തായാലും രാവിലെ മകനുണ്ട്, മകൻ ഇലയൊക്കെ വെട്ടി സഹായിച്ച് ബാക്കി വെള്ളമൊക്കെ പോയി അല്ലേ അല്ലേ? അവനെ കൊണ്ട് കഴിവുള്ള ജോലിയെല്ലാം ചെയ്തിട്ടാണ് അവൻ വീട്ടിൽ പോകുന്നത്. ഇവരൊക്കെയല്ലേ പ്രശസ്തരാകേണ്ടവർ, നന്മയുള്ള കരുണ പറ്റാത്ത മനുഷ്യത്വമുള്ള മനുഷ്യരെന്ന് പറയാവുന്നവർ. ഇവിടെ വന്ന് ഭക്ഷണത്തിൻ്റെ റിവ്യൂ എടുക്കാനാണ് ഞാൻ വന്നത്. എൻ്റെ വീഡിയോയിൽ വരേണ്ടതും ഭക്ഷണമായിരുന്നു. പക്ഷേ കൂടുതൽ ഞാൻ ഇവിടുത്തെ മനുഷ്യരെയാണ് കാണിച്ചത്. ഇവിടെ വന്ന് പോയവരെക്കുറിച്ച്, ഇവിടെ വിളമ്പുന്നവരെക്കുറിച്ച് ആണ് ഞാൻ കൂടുതലും വീഡിയോയിൽ കാണിച്ചത്. കാരണം അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. സ്വന്തം വീട്ടിൽ വന്നിരുന്ന് നമ്മൾ പരസ്പരം സംസാരിച്ച് കഴിക്കുന്ന ഒരു ഫീൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും. വന്ന് നോക്കുക, കഴിച്ചു നോക്കുക. നിങ്ങൾക്ക് ആ ഫീല് കിട്ടിയില്ല എങ്കിൽ എനിക്ക് എതിരെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്കത് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഉറപ്പായിട്ടും വരിക, കഴിക്കുക. എന്നിട്ട് പൈസ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ അത്ഭുതപ്പെടും ഇത്രയോ ആയുള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ നിരാശരാകരുത്. നിങ്ങൾ കുറച്ചുകൂടി എമൗണ്ട് അവർക്ക് കൊടുക്കാൻ ശ്രമിക്കുക. കാരണം അതവർക്ക് വലിയൊരു പ്രചോദനമായിരിക്കും എന്നൊരു പ്രതീക്ഷ. ഉറപ്പായിട്ടും വരിക നിങ്ങൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷായർ കബീർ. അടുത്ത വീഡിയോയുമായി മിസ്റ്റർ യാത്രികനിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.